മോത്തി, ഇന്ന് വളരെ ശാന്തമായ മനോഹരമായ ഒരു പ്രഭാതമാണ്. ഈ അവസ്ഥയായിരിക്കില്ല നാളെ പ്രതീക്ഷിക്കേണ്ടത്. നാളെ ഇതിങ്ങനെ എന്താ പറയുക, കൊടുമ്പിരി കൊള്ളുന്ന ഒരു സമയമാണ്. നാളെ ഈ സമയം മുതലേ അങ്ങ് ആളുകൾ നിറഞ്ഞു തുടങ്ങുന്ന ഒരു വേളയായിരിക്കും. പക്ഷെ ഇന്ന് വളരെ ഇപ്പോൾ തൃശ്ശൂരുകാരൊക്കെ സാധാരണ നിലയിൽ അവരുടെ രാവിലത്തെ നടത്തമൊക്കെ കഴിഞ്ഞ് ഇവിടെ വിശ്രമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ് നെയ്തലക്കാവിൽ അമ്മയുടെ എഴുന്നള്ളത്ത് നട തുറന്ന് പൂര വിളംബരത്തിനുള്ള ആ നിമിഷങ്ങൾ. അതൊക്കെ ഇതിൻ്റെ ചടങ്ങിൻ്റെ ഭാഗമായിട്ട്, അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നതാണ്. തീർച്ചയായും ശ്രീധരൻ ബാംഗ്ലൂരിൽ നിന്ന് നമുക്കൊപ്പം ഇവിടെ എത്തിയിട്ടുണ്ട്. ലിഷോയുണ്ട്, ആദിത്യനുണ്ട്, റിയയുണ്ട്, നയൻതാരയുണ്ട്, കെ മധു ഉണ്ട്. അങ്ങനെ നീണ്ട നിര നമ്മൾ സജ്ജമാണ്. നാളെ രാവിലെ മുതൽ തീർച്ചയായും പൂരത്തിൻ്റെ ഓരോ വിശേഷവും ഇന്നും എല്ലാ സമയങ്ങളിലും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വരും. അതിൽ ഒരുപാട് കലാകാരന്മാരൊക്കെ നമുക്കൊപ്പം പങ്കുചേരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ സമയം നടക്കുന്ന ചില ചടങ്ങുകൾ തൃശ്ശൂരുകാരൻ എന്ന നിലയ്ക്ക് ഒരു പതിറ്റാണ്ടായി മാതൃഭൂമിക്കൊപ്പം പൂരം റിപ്പോർട്ട് ചെയ്യുന്ന ആളെന്ന നിലയ്ക്ക് ശ്രീധരൻ പറയുന്നതാണ് കുറച്ചുകൂടി ഉത്തമം എന്ന് തോന്നുന്നു. ശ്രീധര, ഇപ്പോഴത്തെ കാര്യങ്ങൾ പറയാം ആദ്യം. ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് നമ്മളൊക്കെ കാത്തിരിക്കുന്നത് പൂര വിളംബരത്തിനാണ്. അതായത് പൂരം ദാ ഇങ്ങോട്ട് തുടങ്ങാട്ടോ എന്ന് പറയുന്ന ഒരു ചടങ്ങാണ്. നെയ്തലക്കാവ് അമ്മയ്ക്കാണ് ആ പൂര വിളംബരം നടത്തുന്നതിനുള്ള ഒരു നിയോഗമുള്ളത്. ഭഗവതി ഇപ്പോൾ ഏതാണ്ട് അമ്പലത്തിൽ നിന്ന് പുറപ്പെട്ടുണ്ടാവും. നമ്മുടെ ആദിത്യനവിടെ ഉണ്ട്, പുറപ്പെട്ടുണ്ടാവും. അവിടെ നിന്ന് ആനപ്പുറത്ത് വാദ്യമേളങ്ങളോടൊക്കെ ഇങ്ങ് വന്ന് ഇതിലെ നമ്മളിപ്പോൾ പുറകിൽ കാണുന്ന ഈ ശ്രീമൂലസ്ഥാനത്ത് കൂടെ ഗോപുരം കടന്ന് പടിഞ്ഞാറേ ഗോപുരം നടന്ന് തെക്കേ ഗോപുരം നട തുറക്കും. അതായത് വർഷത്തിൽ 2 തവണ മാത്രമാണ് ഈ തെക്കേ ഗോപുരം തുറക്കും. ഒന്ന് ശിവരാത്രിക്ക് തുറക്കും, ഒന്ന് ഈ പൂര വിളംബരം അല്ലെങ്കിൽ പൂര ദിവസങ്ങളിലും തുറക്കും. അപ്പോൾ ആ ഒരു ചടങ്ങിനായിട്ടുള്ളൊരു കാത്തിരിപ്പാണ് ഉള്ളത്. അതായത് ഇന്നത്തോടു കൂടി തന്നെ നമ്മൾ ഈ പുതിയ ന്യൂജൻ ഭാഷയിൽ പറഞ്ഞാൽ പൂരം വൈബ് തുടങ്ങുകയാണ്. നമ്മളും തുടങ്ങുകയാണ്. എന്നെ സംബന്ധിച്ച് ഇത് നേരത്തെ ദീക്ഷേട്ടൻ പറഞ്ഞ പോലെ 10ാമത്തെ പൂരമാണ്. 10ാമത്തെ പൂരം മാതൃഭൂമിക്കൊപ്പം മാത്രമാണ്. അതിന് മുമ്പ് നമ്മൾ ഒരുപാട് ഔദ്യോഗിക പൂരം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഈ ഒരു ദിവസത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ഇപ്പോൾ ഒരു കൊല്ലമൊക്കെ എങ്ങാനും ബിചേട്ടൻ ഈ പൂരത്തിന് വിളിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ മുൻകൂട്ടി പുള്ളിയെ വിളിച്ച് അങ്ങോട്ട് പറയുന്നൊരു കാലം എന്തായാലും എല്ലാ കാലത്തും പതിവുണ്ട്. ഏതായാലും ഇന്ന് പ്രധാന ചടങ്ങ് ഈ പൂര വിളംബരമാണ്. വൈകിട്ട് ഈ ആനകളുടെയൊക്കെ ഒരു പരിശോധന കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇന്ന് മറ്റ് ക്ഷേത്ര ആചാര ചടങ്ങുകളൊന്നും ഇന്നില്ല. നാളെ രാവിലെയാണ് കണിമംഗലം ശാസ്താവിൻ്റെ എഴുന്നള്ളത്ത്. ശാസ്താവ് തെക്കേ ഗോപുരം വഴി കടന്ന് ശ്രീമൂലസ്ഥാനത്ത് പൂരം കൊട്ടിക്കയറി പോകും. അതിന് പിന്നാലെ എവിടെ നോക്കിയാലും പൂരം മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഓരോ മൺതരിയിലും പൂരത്തിന്റെ ആവേശം. ഘടകപൂരങ്ങൾ ഓരോന്നായിട്ട് വരും. ഇപ്പോൾ ഒരു പ്രാവശ്യം നിന്ന് കണിമംഗലം വന്നാൽ തൊട്ട് പിന്നാലെ അവിടുന്ന് കാരമുക്ക് വരും, കിഴക്കുന്ന് ചെമ്പുക്കാവും പനമുക്കമ്പള്ളിയും വരും, ലാലൂര് വരും, അയ്യന്തോള് വരും, ചൂരക്കോട്ടുകാവ് വരും. ഏറ്റവും ഒടുവിൽ പൂരവിളംബരം നടത്തിയ നെയ്തലക്കാവ് ഭഗവതി എഴുന്നള്ളും. അങ്ങനെ ഘടകപൂരങ്ങളെല്ലാം ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ അതേ നമ്മുടെ ആശാൻ ഇവിടെ റെഡിയാണ്. ഞാനതാണ് നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ മധുവട്ടൻ ഇവിടെ റെഡിയാണ്. ഇത് രാവിലെ തൃശ്ശൂരിൻ്റെ സ്വന്തം ആളുകളാണ്, സീനിയർ വിഭാഗത്തിൽ ആളുകളാണ് ഇവർ. രാവിലെ ഞങ്ങൾ വന്നപ്പോൾ മുതലേ ഇവിടെ ഇരുന്ന് ഇങ്ങനെ പൂരത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് പൂരമൊക്കെ നിങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായി കഴിഞ്ഞോ? അതോ എന്നുള്ള തൃശ്ശൂർ പൂരം കൊടിയേറി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും തൃശ്ശൂർക്കാർക്കൊരു ഉത്സവമാണ്, മനസ്സിലായ. അത് കഴിഞ്ഞ് ഇതിൻ്റെ സങ്കടം നാളെ ഉച്ച തിരിഞ്ഞ് കഴിഞ്ഞാൽ, നാളെ പൂരം കഴിഞ്ഞ് മറ്റന്നാൾ തൃശ്ശൂർക്കാരുടെ പൂരം കഴിഞ്ഞ് ഉച്ച തിരിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആകെ ഒരു വിഷമമാണ്. ഇനിയൊരു കൊല്ലം കാത്തിരിക്കണമല്ലോ എന്നുള്ളത്. അല്ല, ഇത്തവണ ഇപ്പം നമ്മൾ ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തെരഞ്ഞെടുപ്പിൻ്റെ ചൂടും കൂടെ ഇങ്ങനെ ആളിക്കത്തുന്ന സമയത്താണെന്നാണ്. അത് നിങ്ങൾക്ക് ഈ പൂരത്തിൻ്റെ ചൂടിനെ കൂട്ടുമോ അതോ എങ്ങനെയാണ് കാണുന്നത്? ഇല്ല, നിങ്ങളിപ്പോൾ ഇതിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ഒന്നും ഇവിടെ കണ്ടിട്ടില്ലല്ലോ. കുറേ പോസ്റ്റുകൾ മാത്രമല്ലേ ഉള്ളൂ, മനസ്സിലായി. അപ്പോൾ പൂരത്തിൻ്റെ ഇത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പൂരം സംസാരിക്കുള്ളൂ. അതേമാതിരി ഓണം വന്നു കഴിഞ്ഞാൽ പുലിക്കളി. ഇതിനാണ് ഞങ്ങളുടെ തൃശ്ശൂർക്കാരെ അഹങ്കാരം. ഈ 2 എണ്ണം, തൃശ്ശൂർ പൂരവും പുലിക്കളിയും. മധുവേട്ട, തൃശ്ശൂരുകാരുടെ അഹങ്കാരമാണ് പുലിക്കളിയും തൃശ്ശൂർ പൂരവും എന്നാണ്. അപ്പോൾ മേനോച്ചാറൊക്കെ കുറെ കാലമായിട്ട് 40-40 കൊല്ലം പുറത്തായിരുന്നു. പ്രവാസ ജീവിതത്തിനൊക്കെ ശേഷം തിരിച്ചു വന്നു. അതാ രാജീവേട്ടുണ്ട്, ലീന ചേച്ചിയുണ്ട്, അശോകേട്ടുണ്ട്. അശോകേട്ടൻ ഇന്ത്യ മുഴുവൻ കറങ്ങി വന്നിട്ടുള്ള ആൾക്കാരാണ്. മൊത്തം യാത്രയായിരുന്നു അല്ലേ? യാത്രയിലുണ്ടായിരുന്നു. 6 വർഷം പൂരത്തിന്റെ ഒരു രംഭം ഇപ്രാവശ്യം ഉണ്ടാവും ഗംഭീരായിട്ട്. അതെ അല്ലേ? മുൻകൊല്ലത്തെക്കാളും കൂടുതലുണ്ട്. എല്ലാവരും രണ്ടും കൂടിയല്ലേ വന്നിക്കണേ. ഇലക്ഷനും വന്നു, പൂരവും വന്നു. 2 പൂരം ഒന്നിച്ചു വന്ന ചേച്ചി, എങ്ങനെയുണ്ട് നാട്ടിൽ നിന്ന് തിരിച്ചു വന്നിട്ടുള്ള പൂരത്തിന്റെ ഒരു മൊത്തം എരമ്പാവും? എല്ലാ പൂരത്തിനും ഉണ്ടാവാറ്. 3-4 വർഷമായിട്ട് ഞങ്ങൾ വിട്ടുള്ളൂ. പൂരമാണോ കാണുന്നത്? മറ്റന്നാളാണോ നാളെയാണോ താല്പര്യം? അല്ല, ഞങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് മണത്തിൽവര ഉണ്ടല്ലോ, അതിന്റെ മുമ്പിൽ ഞങ്ങള് വീട്. അപ്പൊ അവിടെ നിന്നല്ല കാണാം. അപ്പൊ ഞങ്ങള് ഇതുവരെ ഞാൻ കണ്ടില്ല. അപ്പൊ ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷമാണ് ഇപ്പൊ അത് കാണുന്നത്. അതൊരു 3 മണിക്കൂർ കാണേണ്ടത് തന്നെയാണ്. മടത്തിൽ വരവ്
കേമായിട്ട് ആഘോഷിക്കാൻ ഫാമിലിയൊക്കെ വരും. സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ വീട്ടിൽ ഇന്നലെ കാണാൻ പറ്റുള്ളൂ, ഫ്ലാറ്റിലൊക്കെ ഇന്നലെ കാണാൻ പറ്റുള്ളൂ. എത്ര തിരക്കായിരിക്കും. പാഞ്ചവാദി തന്നെ ഒരുപാട് ആളുകൾ വന്നിങ്ങനെ തിങ്ങി നിറയായിരുന്നു. രണ്ട് വിഭാഗവും ഇതിന്റെ ഏറ്റവും പ്രത്യേകത ഇത്തവണ ഒരാളാണ് രണ്ട് വിഭാഗത്തിന് വേണ്ടിയും അല്ലേ വെടിക്കെട്ട്. അത് വലിയൊരു കൗതുകമാണ്. അതുകൊണ്ട് ഒരു തരി മരുന്ന് അപ്പുറത്തും പോവില്ല അപ്പുറത്തും പറയാൻ തുല്യോ. അല്ല പോകാൻ പാടില്ല, പോയി കഴിഞ്ഞാൽ പ്രശ്നം. അപ്പോഴേ പറഞ്ഞാലും ഒരാളെ ഏൽപ്പിക്കരുതെന്ന് പറയാൻ ഇവിടെ കൊണ്ടുവയ്ക്കാല അങ്ങനെ ഒരു ഇതുണ്ട്. അവിടെ പൊട്ടാതെ അവിടെ പൊട്ടാത്ത ഇവിടെ കൊണ്ടുവയ്ക്കാം. അതാണ് അവിടുത്തെ വെടിക്കെട്ട് കഴിഞ്ഞിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇവിടെ പൊട്ടിച്ചത്. അതാണ് ഒരിടത്ത് പൊട്ടാത്ത ഇപ്പുറത്ത് കൊണ്ട് വെക്കാം. ഇന്നലത്തെ കഴിഞ്ഞപ്പോ എങ്ങനെ രണ്ടുപേർ ഒരാൾക്കായതിന്റെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ നേട്ടമുണ്ടോ? ട്രേഡ് സീക്രറ്റ് പുറത്ത് പോവില്ല. ആ അതായത് അപ്പൊ രണ്ടിന്റെയും ആർക്കാണ് വിന്നർ എന്നുള്ളത് അവരാദ്യമേ തീരുമാനിച്ചു കഴിഞ്ഞു. ഫാമിലി തിരുവമ്പാടി കൂട്ടപ്പൊരിച്ചിൽ നന്നായിരുന്നു. തിരുവമ്പാടി നന്നായിരുന്നു കൂട്ടപ്പൊരിച്ചില്. ആ സ്റ്റാർട്ടിങ് കുറച്ച് ഇതാക്കിയെങ്കിലുണ്ടല്ലോ ഇവിടെ കൂട്ടപ്പൊരിച്ചിൽ നല്ല ഇതായിരുന്നു. അതെ, ഈ വെടിക്കെട്ടിനെ കുറിച്ച് തൃശ്ശൂരുകാർ തന്നെ പറയും. പുറമേ നിന്നുള്ളവർക്ക് ഇത് കണ്ട പടപട പൊട്ടണ മാത്രമേ ഉള്ളൂ, കുറച്ച് വെളിച്ചം കാണും. ബാക്കിയുള്ളവർക്കാണ് ഇത് പൊരിച്ചിൽ ശരിയായോ അല്ലേ, അല്ലെങ്കിൽ തുടക്കത്തിലെ ഇമ്പം ഒക്കെ കൃത്യമായിട്ടുണ്ടോ എന്ന് തൃശ്ശൂരുകാർ തന്നെ പറഞ്ഞാലേ അത് മനസ്സിലാവുള്ളൂ. അത് മധുവേട്ടനും ശ്രീധരനൊക്കെ കുറച്ചുകൂടി നന്നായി അറിയാം. ശ്രീധര, ഇനി എന്തായാലും ഇനി അങ്ങോട്ട് ഇപ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ ആളുകളെ കണ്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ സ്വാഭാവികമായിട്ടും നമ്മൾ തിരഞ്ഞെടുപ്പിൻ്റെ ആളുകളൊക്കെ ഇവിടെ പലപ്പോഴും പ്രതീക്ഷിക്കേണ്ടി വരും. സ്നേഹ സംഭാഷണങ്ങൾക്കിടയിൽ വോട്ടുകൂടി ഉറപ്പിക്കാൻ കിട്ടുന്ന അവസരമാണല്ലോ അല്ലേ, വരും. അല്ല, അതിന് മറ്റൊരു കാര്യം, ഇന്നലെ വെടിക്കെട്ടിൻ്റെ ഇടയിൽ ഉണ്ടായൊരു സംഭവമുണ്ട്. അതായത് ഞാനും മധുവേട്ടനും ലിഷോയും ഒന്നിച്ച് തിരുവമ്പാടിയുടെ മേളിൽ നിൽക്കുക. മധുവേട്ടൻ ആദ്യം മറ്റേ സിനിമയിൽ ഇന്നസെൻ്റ് കണപോലെ അതിങ്ങനെ കുറേ നേരം കടിച്ചു പിടിച്ചൊക്കെ നിന്നു. ഞാൻ എന്ത് വന്നാലും ചെയ്തു പൊത്തില്ല എന്നൊക്കെയുള്ള ലൈനായിരുന്നു പുള്ളി.